ഓരോ ആളുകളുടെയും വീട്ടിൽ ഇതുപോലെ വരുന്ന ഒരു 6 ആമ്പിയറിൻ്റെ ഒരു 3 പിൻ സോക്കറ്റ്, അല്ലെങ്കിൽ ഇതുപോലെ വരുന്ന ഒരു 6 ആമ്പിയറിൻ്റെ 3 പിൻ സോക്കറ്റ്, അല്ലെങ്കിൽ ഇതുപോലെ വരുന്ന ഒരു 6 ആമ്പിയറിൻ്റെ 3 പിൻ സോക്കറ്റ്. ഇങ്ങനെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് 6 ആമ്പിയറിൻ്റെ ഒരു 3 പിൻ സോക്കറ്റ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന 2200 വാട്ട് വരുന്ന ഇങ്ങനെയുള്ള ഒരു ഇൻഡക്ഷൻ കുക്കർ, അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ഒരു ഇലക്ട്രീഷ്യൻ എന്ന നിലയിൽ എന്നോട് ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന് ഒരു മറുപടി എന്ന നിലയിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു ഗാമ റേസ്. ഇവിടെ ചോദ്യം എന്നത് 6 ആമ്പിയറിൻ്റെ ഒരു 3 പിൻ സോക്കറ്റ് ഉപയോഗിച്ച് 2200 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ അത് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ അത് ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ഇല്ല എന്നതാണ് ആൻസർ. അല്പം കൂടി വിശദമായി പറഞ്ഞാൽ 6 ആമ്പിയറിൻ്റെ ഒരു 3 പിൻ സോക്കറ്റ് ഉപയോഗിച്ച് 2200 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ അത് ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതാണ് കൃത്യമായിട്ടുള്ള ആൻസർ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ മറ്റൊരു ചോദ്യം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യം അത് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരിക്കും. അതായത് 6 ആമ്പിയറിൻ്റെ ഒരു 3 പിൻ സോക്കറ്റ് ഉപയോഗിച്ച് 2200 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ സാധിക്കാത്തത്, അതിൻ്റെ കാരണം എന്താണ് എന്നൊരു ചോദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകാം. തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ മറുപടി നൽകാം. പക്ഷേ ആ മറുപടി കേൾക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി അല്പസമയം മാറ്റിവെക്കണം എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. നിങ്ങളിപ്പോൾ എനിക്ക് വേണ്ടി അല്പസമയം മാറ്റിവെച്ചത് കൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരാം. ഇവിടെ 2200 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ അത് എത്ര ആമ്പിയർ കറണ്ടാണ് എടുക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഡക്ഷൻ കുക്കർ എന്ന ഉപകരണം അത് ഒരു സിംഗിൾ ഫേസ് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണം ആയതുകൊണ്ട് തന്നെ നമുക്ക് സിംഗിൾ ഫേസ് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഇൻഡക്ഷൻ കുക്കറിൻ്റെ നിലവിലുള്ള ആമ്പിയർ കണ്ടെത്താൻ വേണ്ടി നമുക്ക് പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻറ്റു പവർ ഫാക്ടർ എന്ന ഈ ഫോർമുല ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ള ആമ്പിയർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് ഇനി വിശദീകരിക്കാം. സിംഗിൾ ഫേസ് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഇൻഡക്ഷൻ കുക്കറിൻ്റെ ആമ്പിയർ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല എന്നത് ആമ്പിയർ ഈക്വൽ ടു പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻറ്റു പവർ ഫാക്ടർ എന്നതാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ കുക്കറിൻ്റെ വാട്ട് എന്നത് അത് 2200 വാട്ട് ആണ് വരുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ കുക്കർ അത് 2200 വാട്ട് തന്നെ എടുക്കണം എന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ കുക്കർ അത് 2200 വാട്ടിനേക്കാൾ കുറവായിരിക്കും ഉപയോഗിക്കുന്നത്, ഒരുപക്ഷെ കൂടുതലും ആയിരിക്കാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ
നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ കുക്കറിൻ്റെ അടിഭാഗം അത് ഇതുപോലെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ആ സ്റ്റിക്കറിൻ്റെ പുറത്ത് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആ ഇൻഡക്ഷൻ കുക്കറിൻ്റെ കൃത്യമായിട്ടുള്ള വാട്ടും അതിലേക്ക് കൊടുക്കേണ്ട വോൾട്ടേജും ഇതുപോലെ കൃത്യമായി രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആ ഇൻഡക്ഷൻ കുക്കറിൻ്റെ വാട്ട് അത് എത്രയാണ് എന്ന് വിലയിരുത്തി വേണം നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ കുക്കർ അത് എത്ര ആംപിയർ കറണ്ട് എടുക്കുന്നുണ്ട് എന്ന് കൃത്യമായി കാൽക്കുലേഷൻ ചെയ്ത് മനസ്സിലാക്കാൻ. ഞാൻ ഈ വീഡിയോയിൽ 2200 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ അത് എത്ര ആംപിയർ കറണ്ട് എടുക്കും എന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇൻഡക്ഷൻ കുക്കർ അത് സിംഗിൾ ഫേസ് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം ആണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സിംഗിൾ ഫേസ് വൈദ്യുതിയുടെ വോൾട്ടേജ് എന്നത് അത് 230 വോൾട്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കിവിടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ വാട്ട് നമുക്കറിയാം, അതിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് നമുക്കറിയാം. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് 2200 വാട്ട് വരുന്ന ഇൻഡക്ഷൻ കുക്കർ അത് എത്ര ആംപിയർ കറണ്ട് എടുക്കും എന്ന കാര്യമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമ്മുടെ ഫോർമുല വരുന്നത് ആംപിയർ ഈക്വൽ ടു പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ് ഇൻറ്റു പവർ ഫാക്ടർ എന്നതാണ്. പവറിൻ്റെ SI യൂണിറ്റാണ് വാട്ട്. അതുകൊണ്ട് നമ്മളിവിടെ പവറിൻ്റെ സ്ഥലത്ത് പവറിൻ്റെ SI യൂണിറ്റ് ആയിട്ടുള്ള വാട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. ഇൻഡക്ഷൻ കുക്കറിൻ്റെ വാട്ട് എന്നത് 2200 വാട്ടാണ്. അതുകൊണ്ട് പവറിന് പകരം നമുക്ക് 2200 വാട്ട് എന്ന് എഴുതാം. ഇനി ഈ ഡിവൈഡ് ബൈ എന്നത് ഇതിൻ്റെ അടിയിൽ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ വരുന്നത് വോൾട്ടേജ് എന്നതാണ്. ഇവിടെ ഇൻഡക്ഷൻ കുക്കർ അത് സിംഗിൾ ഫേസ് വൈദ്യുതിയിൽ ഉപയോഗിക്കുന്ന ഉപകരണം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വോൾട്ടേജ് എന്നത് 230 വോൾട്ട് ആണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് വോൾട്ടേജിൻ്റെ സ്ഥാനത്ത് 230 വോൾട്ട് എന്ന് എഴുതാം. ഇനി ഈ ഇൻറ്റു മാർക്ക് അത് അതുപോലെ തന്നെ ഇവിടെ ഇട്ട് കൊടുക്കാം. ഇനി വരുന്നത് പവർ ഫാക്ടർ എന്നതാണ്. ഇവിടെ ഒരു ഇൻഡക്ഷൻ കുക്കറിനെ സംബന്ധിച്ച് അതിൻ്റെ പവർ ഫാക്ടറിൻ്റെ വാല്യൂ വരുന്നത് എപ്പോഴും 1 എന്ന എണ്ണൽ സംഖ്യക്ക് തുല്യമാണ്. അതിൻ്റെ കാരണം എന്നത് സാധാരണഗതിയിൽ സിംഗിൾ ഫേസ് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഉപകരണത്തിൻ്റെയും പവർ ഫാക്ടറിൻ്റെ വാല്യൂ എന്നത് 1 എന്ന എണ്ണൽ സംഖ്യ വരാറില്ല. 0.8, 0.9 അങ്ങനെയൊക്കെയാണ് വരാറ്. പക്ഷെ ഒരു ഇൻഡക്ഷൻ കുക്കറിനെ സംബന്ധിച്ച് അതിൻ്റെ പവർ ഫാക്ടറിൻ്റെ വാല്യൂ എന്നത് അത് എപ്പോഴും 1 എന്ന എണ്ണൽ സംഖ്യക്ക് തുല്യമായിരിക്കും. അതിൻ്റെ കാരണം ഒരു ഇൻഡക്ഷൻ കുക്കർ അത് ഡയറക്റ്റ് AC വൈദ്യുതിയിലല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് 230 വോൾട്ട് AC കറണ്ടിനെ അത് DC ആക്കി മാറ്റി പിന്നീട് ഉയർന്ന അളവിലുള്ള AC വൈദ്യുതി ആക്കി മാറ്റിയിട്ടാണ് അതിൻ്റെ ഒരു പ്രവർത്തനം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ കുക്കറിനെ സംബന്ധിച്ച് അതിൻ്റെ പവർ ഫാക്ടറിൻ്റെ വാല്യൂ എന്നത് അത് എപ്പോഴും 1 എന്ന എണ്ണൽ സംഖ്യക്ക് തുല്യമായിരിക്കും. അതുകൊണ്ട് പവർ ഫാക്ടറിൻ്റെ ഭാഗത്ത് നമുക്ക് 1 എന്ന എണ്ണൽ സംഖ്യ രേഖപ്പെടുത്താം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവ തമ്മിൽ ഒന്ന് കാൽക്കുലേഷൻ ചെയ്യണം. അതിനുവേണ്ടി 2200 എന്നത് നമുക്ക് അതുപോലെ തന്നെ താഴോട്ട് എഴുതാം. അതിനുശേഷം ഈ ഡിവൈഡ് ബൈ എന്നത് അത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 230നെ 1 കൊണ്ട് ഗുണിക്കുക. 230നെ 1 കൊണ്ട് ഗുണിച്ചാൽ അതിൻ്റെ ആൻസർ
230 എന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ 230 എന്ന് എഴുതാം. ഇനി ചെയ്യേണ്ടത് 2200-നെ 230 കൊണ്ട് ഹരിക്കുക. ഇവിടെ 2200-നെ 230 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ആൻസർ എന്നത് അത് വാസ്തവത്തിൽ വലിയൊരു സംഖ്യയാണ്. അതായത് 9.5652173913 എന്ന് വരുന്ന ഒരു വലിയ സംഖ്യയാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. നമുക്കിവിടെ ഈ വലിയ സംഖ്യയിൽ നിന്ന് നമുക്കിവിടെ ആംബിയർ ആയിട്ട് 9 പോയിന്റ്, ഈ പോയിന്റിന് ശേഷം ആദ്യം വരുന്ന 3 സംഖ്യ, അതായത് 5, 6, 5 എന്നെടുക്കാം. അതായത് 2200 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ അത് ഉപയോഗിക്കുമ്പോൾ 9.565 ആംപിയർ കറണ്ട് എടുക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇനി ഒരു പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഇൻഡക്ഷൻ കുക്കറിൻ്റെ വാട്ട് അത് 2200 വാട്ടിനേക്കാൾ കൂടുതലാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടിയ ആംബിയറിനേക്കാൾ കൂടുതലായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ആംബിയർ. അതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഇൻഡക്ഷൻ കുക്കറിൻ്റെ വാട്ട് അത് 2200 വാട്ടിനേക്കാൾ കുറവാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടിയ ആംബിയറിനേക്കാൾ കുറവായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആംബിയർ. ഇനി ഇത് കൂടാതെ ലൈൻ വോൾട്ടേജിൽ വരുന്ന വോൾട്ടേജ് വേരിയേഷൻ, ഈ വോൾട്ടേജ് വേരിയേഷനും ആംബിയറിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാം. ഇവിടെ 2200 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കറിലേക്ക് 230 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ആംബിയർ അത് 9.565 ആംബിയർ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ 230 വോൾട്ടിന് പകരം നമ്മൾ 240 വോൾട്ടാണ് നൽകുന്നത് എന്ന് കരുതുക. ആ സമയത്ത് ആ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ആംബിയർ എന്നത് 9.166 ആംബിയർ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് കൂടാതെ 2200 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ അത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ 230 വോൾട്ടിന് പകരം 220 വോൾട്ട് ആണ് നൽകുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ആ ഇൻഡക്ഷൻ കുക്കർ അത് ഉപയോഗിക്കുന്ന ആംബിയർ എന്നത് അത് 10 ആംബിയർ കറണ്ട് ആയിരിക്കും എന്ന് നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഫോർമുല ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കും. ഇനി 220 വോൾട്ടിന് പകരം നമ്മൾ 2200 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി 200 വോൾട്ടാണ് നൽകുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ആ 2200 വാട്ട് വരുന്ന ആ ഇൻഡക്ഷൻ കുക്കർ അത് ഉപയോഗിക്കുന്ന ആംബിയർ എന്നത് അത് 11 ആംബിയർ കറണ്ട് ആയിരിക്കും ആ സമയത്ത് എടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലൈൻ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ആംബിയർ കുറയുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ലൈൻ വോൾട്ടേജ് കുറയുന്നതിനനുസരിച്ച് ആംബിയർ കൂടി വരുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നിരുന്നാലും 2200 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നമ്മൾ 230 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കുന്ന ആംബിയർ എന്നത് 9.565
5 ആംപിയർ ആണെന്ന് നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ വിഷയം എന്നത് 2200 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ, അത് 6 ആംപിയർ വരുന്ന ഒരു 3 പിൻ സോക്കറ്റ് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്നത് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം 2200 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നമ്മൾ 230 വോൾട്ട് നൽകുന്ന സമയത്ത് ആ ഒരു ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്ന ആംപിയർ എന്നത് 9.565 ആംപിയർ കറണ്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ 6 ആംപിയർ വരുന്ന ഒരു 3 പിൻ സോക്കറ്റിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് ആംപിയർ എന്നത് അത് 6 ആംപിയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ 2200 വാട്ട് വരുന്ന അഥവാ 9.565 ആംപിയർ കറണ്ട് എടുക്കുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ അത് 6 ആംപിയർ വരുന്ന ഒരു 3 പിൻ സോക്കറ്റ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ 6 ആംപിയർ വരുന്ന ആ ഒരു 3 പിൻ സോക്കറ്റ് അത് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഉരുകി പോകുന്ന സാഹചര്യം അത് നമുക്ക് 100% പ്രതീക്ഷിക്കാം. ഇനി ഇത് കൂടാതെ എപ്പോഴും 6 ആംപിയർ വരുന്ന ഒരു 3 പിൻ സോക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആ ഒരു 3 പിൻ സോക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 6 ആംപിയറിൻ്റെ ഒരു സ്വിച്ചും ഫിറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ ഈ 6 ആംപിയറിൻ്റെ സ്വിച്ചും പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഉരുകി പോകുന്ന അവസ്ഥ നമുക്ക് 100% കാണാൻ സാധിക്കും. ഇനി ഇത് കൂടാതെ 2200 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ അത് 6 ആംപിയർ വരുന്ന ഒരു 3 പിൻ സോക്കറ്റ് വഴി കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന അവസരത്തിൽ ഇവിടെ അമിതമായിട്ടുള്ള ചൂട് കാരണം വയറിങ്ങിന് ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാനും കാരണമായി തീരാം. ഇത് ബിൽഡിങ് നിന്ന് കത്തിപ്പോവാനും സാഹചര്യങ്ങൾ ഇവിടെ വകവെക്കുന്നുണ്ട് എന്നതാണ് യഥാർത്ഥ വസ്തുത. അതിനാൽ തന്നെ 2200 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ അത് 6 ആംപിയർ വരുന്ന ഒരു 3 പിൻ സോക്കറ്റ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ വീട്ടിൽ 1600 വാട്ട് വരുന്ന അല്ലെങ്കിൽ 1800 വാട്ട് വരുന്ന അല്ലെങ്കിൽ 2000 വാട്ട് വരുന്ന അല്ലെങ്കിൽ 2200 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ ഉണ്ടെങ്കിൽ അവ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ 16 ആംപിയർ വരുന്ന ഒരു സ്വിച്ചും 16 ആംപിയർ വരുന്ന ഒരു 3 പിൻ സോക്കറ്റും അടങ്ങുന്ന ഒരു പവർ പ്ലഗ് ഫിറ്റ് ചെയ്യുക. ആ ഒരു പവർ പ്ലഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ആ ഇൻഡക്ഷൻ കുക്കർ അത് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഇല്ലാതെ വർഷങ്ങളോളം ഉപയോഗിക്കാനും സാധിക്കും.